ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് സൈസ് കട്ട് ചെയ്യുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ എല്ലാ സൈസും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സൈസ് മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ കുർത്തി ലാർജ് ആണെങ്കിൽ ഇപ്പൊ ലാർജ് ഇവിടെ ഇല്ലാന്നിരിക്കട്ടെ, പക്ഷേ എക്സൽ ഓൾട്ടർ ചെയ്ത് നിങ്ങൾക്ക് ലാർജ് ആക്കി തരാം. ഇവിടെ നിന്ന് നമ്മൾ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കുർത്തി മീഡിയം ആന്നിരിക്കട്ടെ, മീഡിയം ഇല്ലെങ്കിൽ നമുക്ക് ലാർജ് ഓൾട്ടർ ചെയ്തിട്ട് മീഡിയം ആക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ചെറിയ കുർത്തി ഓൾട്ടർ ചെയ്ത് വലുതാക്കത്തില്ല. അതായത് ഇപ്പൊ മീഡിയം ചോദിക്കുന്ന ആൾക്ക് മീഡിയം ഇല്ലെങ്കിൽ നമ്മൾ സ്മോൾ ഓൾട്ടർ ചെയ്തിട്ട് മീഡിയം ആക്കത്തില്ല. അതെന്താന്ന് വെച്ചാല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസ് നിങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയ കുർത്തി ഒരിക്കലും നമ്മൾ ഓൾട്ടർ ചെയ്ത് വലുതാക്കി കൊടുക്കത്തില്ല. വലിയ കുർത്തിയാണുള്ളതെങ്കിൽ നിങ്ങൾക്കത് തൊട്ട് താഴത്തെ സൈസിലേക്ക് നമുക്ക് ആക്കി തരാൻ ആ കുർത്തി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാനും പറ്റും. അത് വേറെ ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൈസ് പറയുന്നില്ല. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള കുർത്തികളായതുകൊണ്ട് കുറച്ച് അധികം എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം വേഗം കാണിക്കാം. പിന്നെ കുറച്ച് പുതിയ പാറ്റേൺ ഉണ്ട് കേട്ടോ. അത് സമയം കിട്ടുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പായി പോകാം. അതിൽ എൻ്റെ അടുത്ത് കുർത്തി എടുത്ത കുറേ പേരുണ്ട് കേട്ടോ. അതിൽ 2-3 പ്രാവശ്യം എടുത്തവരുണ്ട്. അവരൊക്കെ നല്ല ഹാപ്പിയാണ്. കാരണം അവർക്ക് അത്യാവശ്യം സെയിലൊക്കെ കിട്ടി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി. അതുപോലെ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ അവർ വിറ്റു എന്നാണ് പറഞ്ഞത്. അതിന് ഷോപ്പായിട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ തന്നെ മതി ഇപ്പം നമുക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും തന്നെ ചെയ്തത്. അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ നല്ല ഹാപ്പിയാണ്. എന്നോട് സന്തോഷമൊക്കെ പറഞ്ഞു. ഇതിന്റെ അതർ സൈഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് അത് വാങ്ങിയിട്ട് പോയിട്ട് പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അവരത് സെയിലാക്കിയോ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. ഞാനും അവരോട് പിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. എനിക്കും തിരക്കായിരുന്നു, ഞാൻ ചോദിച്ചൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് കുറച്ച് ക്യാഷ് കയ്യിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയാൽ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ എളുപ്പം സാധിക്കും. ഇത് സെയിലാക്കുന്നത് നല്ലൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ അത് വെറുതെ വെച്ചിട്ട് നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവുന്നതോട് എനിക്ക് വിഷമമാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നന്നായിട്ട് ആലോചിക്കുക. ഇപ്പൊ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന കുർത്തികൾ നിങ്ങൾക്ക് സെയിലാക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയ റേറ്റ് ഇട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു മാർജിൻ കിട്ടാൻ പറ്റുന്ന റേറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഒരു മിനിമം 10,000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കുറച്ചധികം പേരുടെ അടുത്ത് കുർത്തികൾ എടുത്തു. ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം എടുത്തവരുണ്ട്. പക്ഷെ ആദ്യത്തെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു വിവരം ഇല്ലാത്തവരും ഉണ്ട്. ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ്. അതിൽ കുറഞ്ഞ് നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ ബിസിനസ് ഒക്കെ. അപ്പൊ അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ മറ്റേ ഭാഗം എന്ന് വെച്ചാൽ അത് അങ്ങനെ വാങ്ങി വെച്ചിട്ടൊന്നും വിറ്റ് പോയിട്ടില്ലെങ്കിൽ, ഒന്ന് വിറ്റ് പോയോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും അത് വാങ്ങി വെച്ചിട്ടൊന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ വൺസ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരി കൂടുകയാണ്. നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ പല ചാനലുകൾ കാണും, പല ബുട്ടിക്കുകൾ കാണും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന 10-20 മിനിറ്റ് നേരം മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതെന്താ രസം, അല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിലേക്ക് നല്ല കഷ്ടപ്പാടും സ്ട്രഗിളൊക്കെ ഉണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ഒന്നും വെറുതെ ഒന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഈ മിഡിൽ ഏജിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ബിസിനസ് നമ്മൾ മടുപ്പിക്കാതെ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ നമുക്കത് ബോറടിയില്ല. എൻ്റെ കാര്യം ഞാൻ അതാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളും എന്നെ മടുപ്പിക്കില്ല, എനിക്കൊരു ബോറടിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. നമ്മളെ മടുപ്പിക്കാതെ നമുക്ക് സന്തോഷം പകരുന്നത് എന്താണോ അത് കണ്ടെത്തി നമ്മൾ ചെയ്യുക. അപ്പൊ പിന്നെ നമുക്കൊരു മടുപ്പ് വരത്തില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതിന് ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ദൈവവിശ്വാസം വേണം. നമ്മൾ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പൊ ഓരോ മതക്കാർ ഓരോ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ, ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുക. ആ ശക്തിയുടെ മുന്നിൽ നമ്മൾ എന്താ പറഞ്ഞ നമ്മള് എല്ലാം അവിടെ അങ്ങോട്ട് ഏൽപ്പിക്കുക. എന്നിട്ട് നല്ല നല്ല അടിയുറച്ച പ്രാർത്ഥന, ദൈവവിശ്വാസം വേണത്. നമ്മൾ എന്തിന് ഇറങ്ങി തിരിച്ചാലും, ഇനി ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലായി നമുക്ക് വേണ്ടത് നല്ല ദൈവവിശ്വാസം വേണമെന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യം ചെയ്താലും അത് ഒരു ദൈവാധീനം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ദൈവവിശ്വാസം പ്രാർത്ഥന നമുക്ക് വേണം. അപ്പം നമുക്ക് മനസ്സിന് ധൈര്യം തരാനായിട്ട് ഞാൻ ഒരു ചെറിയ ടിപ്പ് പറയാം. നിങ്ങൾ ഡയറി എടുത്തിട്ട് ഇങ്ങനെ എഴുതുക: എനിക്ക് അനുകൂലമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും, അതുപോലെ അറിവ്, ഭാഗ്യം, സമ്പത്ത് എല്ലാം എന്നിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾ എഴുതുക. അങ്ങനെ നിങ്ങൾ ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും.
അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. അപ്പൊ അതിൽ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരിക എന്ന് പറയുന്നത്. നമുക്ക് ആരും നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത ഒരു കാര്യത്തിലേക്ക് നമ്മളെ അല്ലെങ്കിൽ പുഷ് ചെയ്ത് ഇറക്കുമൊന്നുമില്ല, നമ്മൾ തന്നെയാണ് അതിന് ഇറങ്ങേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഓരോ അവസരങ്ങൾ അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ പിന്നത്തേത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ നമ്മുടെ പ്രാർത്ഥന നമ്മൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിയൊക്കെയാണ് നമ്മൾക്കുടെ മുന്നിലേക്ക് അവസരങ്ങളെ കൊണ്ടുതരുന്നത്. അതിലേക്കുള്ള ആക്ഷൻ പിന്നെ നമ്മൾ എടുക്കണം. അത് കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ആക്ഷൻ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതായത് നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു അവസരം വന്നു ചേർന്നൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒബ്സർവ് ആയിരിക്കുക. എന്നിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും എല്ലാം നമ്മളിലേക്ക് നമുക്കത് അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കുക. ആക്ഷൻ നമ്മുടേത് മാത്രമാണ്. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെയുള്ളൊരു മുന്നൊരുക്കം, അങ്ങനെയൊരു മൈൻഡ് സെറ്റപ്പ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ കേട്ടിട്ട് എടുത്ത് ചാടി പൈസ നഷ്ടപ്പെടുത്തരുത്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇത് നിങ്ങളെ കൊണ്ട് വിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. തരാൻ എനിക്ക് പറ്റും, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് നല്ല ആവശ്യക്കാരുള്ള പ്രൊഡക്റ്റുകളാണ്. കോട്ടൺ കുർത്തികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ്. അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തികളാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് അതെല്ലാം യൂണിക്കാണ്. അതിൻ്റെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസും അതുപോലെ നല്ല ലെങ്ത് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കുന്ന കുർത്തികളാണ്. ഇതിന് ഒത്തിരി ആവശ്യക്കാരുള്ളതാണ്. അപ്പൊ ആ സൈഡ് നിങ്ങൾ ഒട്ടും വിഷമം വിചാരിക്കേണ്ട, നല്ല കുർത്തികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഞാൻ വേഗം കാണിച്ചു പോകാം. സൈസ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. പ്യൂർ അജ്രക്കിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. നമ്മളിവിടെ ചെയ്യുന്നത് അധികവും ലൈനിങ് ഇല്ലാതെയാണ്. ഇനിയിപ്പോൾ കുർത്തികളൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ഇട്ട് തന്നെ ചെയ്യണം. ഇതെല്ലാം കോട്ടൺ ഫാബ്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കും വളരെ കെയർ കൊടുക്കണം. ഇത്തരത്തിൽ വന്നേക്കുന്ന പ്രിന്റുകളൊക്കെ ഒട്ടും കെമിക്കൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതല്ല. എല്ലാം ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ച് വന്നേക്കുന്ന പ്രിന്റിങ്ങും കളറുമാണ്. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമ്മൾ വാഷ് കെയർ കൊടുക്കണം കേട്ടോ. അല്ലാതെ സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ച് ഉപയോഗിച്ചാൽ തുണി ചീത്തയാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഒട്ടും കെമിക്കൽ വരാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഈ അജ്രക്ക് എന്നൊക്കെ പറയുന്നത്. ഞാൻ അധികം വിൽക്കുന്നത് അതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഡിറ്റർജന്റിലൊക്കെ എന്തുമാത്രം കെമിക്കൽസ് ഉണ്ടാവും അറിയാം. അതൊക്കെ ഒത്തിരി ആവശ്യത്തിൽ കൂടുതൽ നേരം മുക്കിയൊക്കെ വെച്ച് ഇത് കഴുകി ഉപയോഗിച്ചാൽ ചിലപ്പോൾ തുണി ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ ഒരു ബുദ്ധിമുട്ട് ആരും പറയരുത്. ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നുണ്ട് വാഷ് കെയറിന്റെ കാര്യം. വളരെ കെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ക്ലോത്താണ് ഈ അജ്രക്ക് എന്ന് പറയുന്നത്. അപ്പൊ അറിയില്ലാത്തവരോട് പറഞ്ഞതാണ് കേട്ടോ. വളരെ കെയർ എടുത്ത് ഉപയോഗിക്കണം. വളരെ കംഫർട്ടബിൾ വെയർ ആണ്. എന്ന് കാര്യം നമ്മൾ ഡ്രൈ വാഷ് കൊടുക്കണം എന്നല്ല. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. സോപ്പ് പൊടിയിലുള്ള ഹെവി ഡിറ്റർജന്റിലൊന്നും നമ്മൾ മുക്കി വെച്ച് അങ്ങനെ കൊട്ടി അലക്കും ഒന്നും ചെയ്യരുത്. നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിൽ മുക്കി കഴുകുക. അതുപോലെ ആദ്യത്തെ വാഷ് കളർ കാർഡൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കാണാൻ പോകുന്നത് എല്ലാം പ്യൂർ അജ്രക്കും കോട്ടണും ഒക്കെയാണ്, സ്ക്രീൻ പ്രിന്റിംഗ് ഒക്കെയാണ്. ഇന്നത്തെ കുർത്തി കാണാം. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. പ്യൂർ അജ്രക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് അധികം ബേസ് കളർ ബ്ലാക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു വീനെക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഒരു 47 ഇഞ്ചോളം ലെങ്ത് വരും. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു കുർത്തിയുടെ ഡീറ്റെയിലിംഗ് ആണ് പറയുന്നത്. ബാക്കി എല്ലാം പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ബാക്കി നമ്മൾ കാണുന്നത് എല്ലാം സെയിം ആയിരിക്കും. അതായത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. ഇതിന്റെ ചിലപ്പോൾ ഈ 1-2 സൈസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ സൈസ് ചോദിക്കുന്നതിൽ ഇല്ലെങ്കിൽ വലിയ സൈസാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഓൾട്ടർ ചെയ്ത് നിങ്ങളുടെ സൈസിലേക്ക് ആക്കി തരാം. അതിന് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ പൈസ നമ്മൾ വാങ്ങിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈസ് പറയുന്നില്ല. ഇതാണ് അടുത്തത്. ഇതൊരു പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പാറ്റേൺ ഡിഫറെന്റ് ആയി പോയാൽ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ ഒത്തിരി ഉള്ളപ്പോൾ ചിലപ്പോൾ പാറ്റേൺ ഒക്കെ അങ്ങോട്ട് മാറിപ്പോൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചൈനീസ് കോളർ നെക്കാണ്. നമ്മളിത് കാണുന്ന എല്ലാം ബേസ് കളർ ബ്ലാക്ക് വന്നേക്കുന്നതാണ്. ഇതാണ് അടുത്തത്. ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതൊരു അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള കുർത്തിയാണ് കേട്ടോ. ഇത് ഷർട്ട് കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇടുമ്പോൾ ഈ കോളറൊക്കെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വരും കേട്ടോ. അതുപോലെ ഈ കുർത്തികളുടെ പ്രിന്റിലൊക്കെ ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറിച്ചിലൊക്കെ കാണും കേട്ടോ. അത് അതിന്റെ പ്രിന്റിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് അത്ര ഒരു എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. ഈ പ്രിന്റിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്നതാണ്. അതെല്ലാം ഇതിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കത്തില്ല കേട്ടോ.
അല്ലാതെ ഒരു ഫാബ്രിക്കിലാണ് ഇങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഈ അജ്രക് പ്രിന്റുകളിൽ ഈ കളർ വേരിയേഷൻസും ഏറ്റക്കുറച്ചിലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത് ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇതാണ് അടുത്തത്. ഇങ്ങനെ വരും കുർത്തി. ഇതാണ് നമ്മൾ കാണുന്ന എല്ലാം ബേസ് കളർ ബ്ലാക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ. അതായത് ഇതേപോലെ ഒരു പിൻടക്ക് പോലത്തെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് ഫുള്ള്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, സെയിം ഫാബ്രിക് ആണ്. ഇതിൽ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതൊരു പാച്ച് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അതുപോലെ സ്ലീവ്സിലേക്ക് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ആദ്യം കണ്ടത് പ്ലെയിൻ ആയിരുന്നല്ലോ. അടുത്തത് അടുത്ത കുർത്തി ഇങ്ങനെ വരും. ഇതിന്റെ യോക്കില് കുറച്ച് ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെയാണ് ഇതും ചെയ്തേക്കുന്നത്. ഇതാണ് അടുത്തത്. ഇതൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് യോക്കിലും അതുപോലെ സ്ലീവ്സിന്റിലും വന്നിട്ടുള്ള കുർത്തിയാണ്. സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് അടുത്ത കുർത്തി. ഇത് ബേസ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ. അതിലിതാ ഇങ്ങനെ ഒരു അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. നമ്മളിന്ന് കണ്ടത് ഒരു 650 മുതൽ 1090 വരെ പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഓൾട്ടർ ചെയ്തിട്ട് തരുന്നതാണെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് സൈസ് കട്ടായിരിക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ്. ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പുതിയ പാറ്റേൺ ഉണ്ട്, അതും കൂടി ഒന്ന് വേഗം കാണാം. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ബേസ് കളർ വൈറ്റ് ആണ്. അതൊരു പിങ്കിന്റെ ഒരു വാടാമല്ലി പൂവിന്റെ അതുപോലെ ഒരു ഗോൾഡൻ കളറിന്റെ ഒക്കെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് 990. ഇത് ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. യോക്കിൽ അതുപോലെ സ്ലീവ്സ് എൻഡിലേക്ക് നല്ലൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പേസ് കാണും. നമ്മുടെ കുട്ടികൾ വാങ്ങി ഉപയോഗിച്ചേക്കുന്നവർക്ക് അറിയാമല്ലോ, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുർത്തികളാണ്. ഡെയിലി വെയറിന് പറ്റിയതാണ്. ഇത് ക്വാളിറ്റി ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഓൾട്ടറേഷൻ സ്പേസ് ഒക്കെ കാണും. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കുർത്തി. ഈ ഫാബ്രിക് വെച്ച് നമ്മൾ വേറെ പാറ്റേൺ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചെയ്തേക്കുന്നത് ഒരു വീനക്കാണ്. അതിലൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലേക്കും ആ ലേസ് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. മൾട്ടി കളേർഡ് ആണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രൈസ് 690. ഇതാണ് അടുത്തത്. ഈ ഫാബ്രിക് എല്ലാം റീസ്റ്റോക്ക് ആണ് കേട്ടോ. പക്ഷെ പാറ്റേൺ നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്തപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരുന്നില്ല. ഇപ്പൊ കണ്ടു, നല്ല ഭംഗിയുള്ള ലേസ് ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇല്ലാതെ ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ഇതിന്റെ പ്രൈസ് അപ് ടു XXL വരെ 690. എല്ലാ സൈസും അവൈലബിൾ ആണ്. അടുത്തത് സെയിം പാറ്റേൺ തന്നെയാണ്, കളറിലാണ് വ്യത്യാസമുള്ളൂ. ഇതാ ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ നല്ല കുറച്ച് കുർത്തീസ് ആണ് ഇതൊക്കെ. ഇതിന്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ് ടു XXL വരെ 690. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും പ്രിന്റും ആണ്. കുറച്ച് വീതിയിലാണ് ഇതിന്റെ ഈ പാച്ച് വന്നേക്കുന്നത്. അതുപോലെ 2-3 ഷോ ബട്ടൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മുടെ കോക്കനട്ട് ഷെല്ലിന്റെ ബട്ടൺ ആണ്. അതായത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ബട്ടൺ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 850. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻസ് കാണും കേട്ടോ. അതുപോലെ വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാണുന്ന കുർത്തികളെല്ലാം അധികവും തന്നെ ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ച് ചെയ്തേക്കുന്ന കളറും പ്രിന്റൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് കെമിക്കൽസ് വന്നു കഴിയുമ്പോൾ തുണിയൊക്കെ ചീത്തയായി പോകും, പ്രിന്റൊക്കെ ചീത്തയായി പോകും. അതുകൊണ്ട് നിങ്ങൾ സോപ്പ് പൊടിയിലൊന്ന് മുക്കി വെച്ചിട്ട് വാഷ് ചെയ്യരുത്. വെച്ച് ഡ്രൈ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആദ്യം കളർ ഗാർഡിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിൽ മുക്കി തണലിലൊക്കെ ഉണക്കിയെടുക്കുക. അങ്ങനെ വാഷ് കെയർ തന്നെ കൊടുത്ത് വാഷ് ചെയ്യണം കേട്ടോ. അല്ലാതെ റഫ് യൂസ് ചെയ്യരുത്. മെഷീൻ വാഷൊക്കെ ചെയ്ത് ചിലപ്പോൾ അത് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കളയരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചീത്തയായിപ്പോയെന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതിൽ വന്നേക്കുന്ന ഈ കളറും പ്രിന്റും ഒക്കെ കെമിക്കൽസ് ഒന്നും ചേരാത്തതാണ്. എല്ലാം ഓർഗാനിക് ഡൈസ് ഉപയോഗിച്ചിട്ട് വന്നേക്കുന്ന കളറും കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് കെമിക്കൽസ് വരുമ്പോൾ അത് സ്പ്രെഡ് ആവാനും ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യുക.